എന്തായാലും ഉത്രാട ദിനത്തിലെ കണി കൊള്ളാം. അതെ, കണ്ണൂരിൽ നിന്ന് കോട്ടയം വരെ ഒറ്റ സ്ട്രെച്ചിന് വണ്ടി ഓടിച്ച് വന്നപ്പോൾ കിട്ടിയ ചെളിയായതല്ല. കറുത്ത വണ്ടിയായതുകൊണ്ട് റോഡിലെ എല്ലാ മണ്ണും വണ്ടി ആവാഹിച്ചങ്ങ് എടുത്തിട്ടുണ്ട്. ഒരു ബ്ലാക്ക് കാറുള്ള മനുഷ്യന്മാരോട് ഇതൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. ഇതെന്തായാലും ഒരച്ച് സമയം കളയുന്നത് മണ്ടത്തനാണെന്ന് മനസ്സിലായി. നേരെ അടുത്തുള്ള കാർ വാഷിൽ കൊണ്ട് കൊടുക്കാം, അതാണ് ഭേദം. അതുകൊണ്ട് തന്നെ ഒന്നും നോക്കിയില്ല, വണ്ടി എടുത്തു, നേരെ കാർ വാഷിലോട്ട് പോവുക. എടുത്തൊരു പുതിയ കാർ വാഷ് തുടങ്ങി അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. നല്ല കാലാവസ്ഥ, പതിവില്ലാതെ ഇവിടെ ഒന്നും മഴയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എന്തായാലും നല്ല പുതിയ പാട്ടൊക്കെ കേട്ട് ഞാൻ നൈസായിട്ട് വണ്ടിയായിട്ട് നേരെ തന്നെ കാർ വാഷിലോട്ട് ചെന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കാർ വാഷ്. ആദ്യമായിട്ടാണ് ഈ കാർ വാഷിലോട്ട് വരുന്നത്. എങ്ങനെ എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് അറിയത്തില്ല. അങ്ങനെ വണ്ടി അവിടെ കൊണ്ട് കൊടുത്തു, അവരോട് സംസാരിച്ചു. അങ്ങനെ വണ്ടി നൈസായിട്ട് അവർ പണി തുടങ്ങാൻ വേണ്ടി കയറ്റി. അപ്പോഴാണ് ചേട്ടൻ വന്ന് പറഞ്ഞത്, മോനെ ഓണമൊക്കെ അല്ലേ, 2 ചിപ്സൊക്കെ എടുത്തോ എന്ന് പറഞ്ഞു. എനിക്ക് ചേട്ടൻ 2 ചിപ്സൊക്കെ എടുത്തുകൊണ്ട് തന്നു. വണ്ടിയിലെ ചെളി കണ്ടിട്ട് ഇത് കണ്ടത്തിലിറക്കിയാണെന്ന് അവർ ചോദിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്. എന്തായാലും അത് ചോദിച്ചില്ല, അവർ മെല്ലെ വാട്ടർ വാഷ് തുടങ്ങി കേട്ടോ. അപ്പോൾ വണ്ടി വാഷ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കുന്നത്, ഈ കാർ വാഷ് എൻ്റെ ജൂനിയറായി പഠിച്ച നെവിൻ്റെ ആയിരുന്നു. അങ്ങനെ അവനോട് സംസാരിച്ച് അവനോട് കമ്പനിയൊക്കെ അടിച്ചിരുന്നപ്പോഴാണ് അവനോട് പറഞ്ഞത് അവനൊരു GT എടുത്തിട്ടുണ്ട്, അതിന് റെഡ് റൂസ്റ്റർ എക്സോസ്റ്റൊക്കെ വെച്ച് വണ്ടി സൂപ്പറായി കൊണ്ട് നടക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, അന്നപ്പോൾ ഞാൻ റൗണ്ട് പോയിട്ടൊന്നുമല്ലെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, പിന്നെന്താ പോയിട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, വണ്ടി ഇറങ്ങി. റെഡ് റൂസ്റ്ററിൻ്റെ സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഇതായിട്ട് നാട്ടിലോട്ട് ഇറങ്ങി, നാട്ടുകാർ റിയാക്ഷനൊക്കെ അടിച്ചിട്ട് ഞാൻ പിന്നെ തിരിച്ചു വന്നപ്പോഴത്തേക്കും ഞാൻ ഭയങ്കര ഹാപ്പിയായി കേട്ടോ. അപ്പോൾ തന്നെ വണ്ടി ഫുള്ളി അവിടെ ക്ലീനാക്കി കുട്ടപ്പനാക്കി വണ്ടി അവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ അവനോട് ബൈ പറഞ്ഞു, പൈസയൊക്കെ കൊടുത്ത് ബൈ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാൻ നേരമാണ് ഞാൻ സമയം മനസ്സിലാക്കിയത്. ഫുള്ള് മഴയാണ്, കൈസ് പെട്ടു. നമ്മൾ അങ്ങനെ പെട്ടിരിക്കുകയാണ്. മഴ പെയ്തു, ഫുള്ള് മഴ. എന്തൊരു ചെയ്യാൻ. അപ്പൊ അടുത്തൊരു വ്ലോഗിൽ കാണാം. സീ യു സൂൺ ഗൈസ്, ബൈ ബൈ.